പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് SNDP സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായം അനർഹമായി പലതും നേടി എന്നുള്ള പരാമർശം നടത്തുകയുണ്ടായി. ആ പരാമർശത്തിൽ അദ്ദേഹം ഉറച്ചു വെക്കുകയും തുടർന്ന് വിവിധ ലേഖനങ്ങൾ എഴുതി അതിൽ അദ്ദേഹത്തിൻ്റെ വാദം സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ വാദങ്ങളിലൊന്നും കണക്കുകളുടെയോ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല അത്തരം പരാമർശം നടത്തിയത്. യഥാർത്ഥത്തിൽ ഒരു സാമുദായിക നേതാവ് ധ്രുവീകരണം ഉണ്ടാക്കുന്ന വർഗീയമായ പരാമർശം നടത്തുമ്പോൾ ഇതിൽ ഡാറ്റ വേണമല്ലോ അടിസ്ഥാനപരമായിട്ട്. അത്തരത്തിലൊരു ഡാറ്റ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത്തരമൊരു വർഗീയ ധ്രുവീകരണ പരാമർശം നടത്തുമ്പോൾ കേരള മുഖ്യമന്ത്രി വേറെ സമുദായ പ്രതിനിധികൾ അതിനെ മറുപടി പറയുക എന്നതിനപ്പുറം കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ ആ വിഷയം ഇല്ലാതാവുമായിരുന്നു. ഇപ്പോൾ ഇന്നലെ നിയമസഭയിൽ പി ഉബൈദുള്ള എന്ന മലപ്പുറം MLA അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് വകുപ്പ് മന്ത്രി കേരളത്തിലെ സാമുദായിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ബന്ധപ്പെട്ടൊരു മറുപടി നൽകി. ആ മറുപടി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടുന്ന ആളുകളുടെ വളരെ ധ്രുവീകരണം ഉയർത്തുന്ന വാദങ്ങളെ മുഴുവൻ തിരസ്കരിക്കുന്നതായിരുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ സാമുദായിക പ്രാതിനിധ്യം ബന്ധപ്പെട്ട കണക്കാണ് പി ഉബൈദുള്ള ചോദിച്ചത്. കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എയ്ഡഡ് സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം ഉള്ള സമുദായം തിരിച്ചുള്ള വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം, ആ പ്രാതിനിധ്യം ബന്ധപ്പെട്ട ചോദ്യത്തിന് വകുപ്പ് മന്ത്രി നൽകിയ മറുപടി പ്രകാരം കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരായ 5,45,426 പേരുണ്ട്. അതിൽ സാമുദായിക പ്രതിനിധാനം നോക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സമുദായം കേരളത്തിലെ 2011 സെൻസസ് പ്രകാരം 26.5% ഉണ്ട്. മുസ്ലിം സമുദായം 4/1 കൂടുതലുണ്ട് മുസ്ലിം സമുദായം. അങ്ങനെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഈ 5,45,426 വെറും 13.5%. എന്ന് വെച്ചാൽ അനർഹമായി നേടി എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശനപ്പുറം അർഹമായ 26%. അതായത് ഇപ്പോ നിലവിൽ 2011 കണക്ക് പ്രകാരമുള്ള സർക്കാർ ജീവനക്കാരെ എന്ന് പറയുന്നത് 73,744 പേരാണ് കേരളത്തില് മുസ്ലിങ്ങളായിട്ടുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാര്. യഥാർത്ഥത്തിൽ അർഹമായ പരിഗണന 26% അർഹമായ പ്രാതിനിധ്യം മുസ്ലിം സമുദായത്തിന് ഉണ്ടായിരുന്നെങ്കിൽ 1,41,000 പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് സർക്കാർ ജീവനക്കാർ ഉണ്ടാവണമായിരുന്നു. ഇപ്പോൾ നിലവിലത് 73,000 പേരേ ഉള്ളൂ, അതായത് 13.5%. ഈഴവ കമ്മ്യൂണിറ്റിയെ പറ്റി എടുക്കുകയാണെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റി 2011 സെൻസസ് പ്രകാരം 25% വരും കേരളത്തിലെ ജനസംഖ്യ. ആ കമ്മ്യൂണിറ്റി 21% പ്രാതിനിധ്യം ഉള്ളത്, അതായത് 1,15,000 പേര്. അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അഡ്യൂക്കേറ്റായ ഒരു പ്രാതിനിധ്യം 25% എത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരു താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു പ്രാതിനിധ്യം ഈഴവ കമ്മ്യൂണിറ്റിക്കുണ്ട്, ഈഴവ അനന്തര കമ്മ്യൂണിറ്റികൾക്കുണ്ട്. നായർ കമ്മ്യൂണിറ്റിയുടെ കണക്കെടുത്താൽ കേരളത്തിൽ 14% വരുന്ന നായർ കമ്മ്യൂണിറ്റി 19% പ്രാതിനിധ്യം അനുഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 1,80,000 ആളുകൾ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങൾ അനർഹമായി നേടി എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം തെറ്റാണെന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ അർഹമായ പ്രാതിനിധ്യം പോലും നിലവിലുള്ള ജനസംഖ്യയുടെ ആനുപാതിക പ്രാതിനിധ്യം നോക്കിയിട്ടുള്ള അതിന്റെ പകുതി പോലും പ്രാതിനിധ്യം മുസ്ലിം സമുദായത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം, രേഖ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.